നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം, സമാധാനപൂർണ്ണമായ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുകയാണ്. സമാധാനപൂർണ്ണം എന്ന് പറഞ്ഞപ്പോഴാണ് ഒരുപക്ഷേ ഈ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മേഖലകളിലൊക്കെ നടക്കുന്ന സംഘർഷഭരിതമായ സാഹചര്യം അതൊക്കെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് അങ്ങേയറ്റം പ്രയത്നിക്കുന്ന ഒരു വിഭാഗമുണ്ട്. UN പീസ് കീപ്പേഴ്സ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള സന്നദ്ധ സേവക സംഘടന അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർ. ഇന്ന് മെയ് 29 അവർക്ക് വേണ്ടി അവരുടെ സേവനങ്ങളെ അനുസ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ സംഘർഷമൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അധിനിവേശത്തിൽ അങ്ങേയറ്റം തകർന്നു കിടക്കുന്ന ഗാസ പോലുള്ള പ്രദേശങ്ങളിൽ, സിറിയയിൽ, ഇറാഖിൽ, പശ്ചിമേഷ്യയിൽ, യുക്രൈനിൽ, ലോകത്തത് എവിടെയാണെങ്കിൽ കൂടിയും ഐക്യരാഷ്ട്രസഭയുടെ ആ സന്നദ്ധ സേവകരുടെ പ്രവർത്തനം അത് അങ്ങേയറ്റം പ്രശംസനീയമാണ്. സമകാലിക ലോകത്ത് അതിൻ്റെ പ്രസക്തിയും ഏറെയാണ്. ഇന്ന് ഈ ദിവസം അവരുടെ സേവനങ്ങളെ നമ്മൾ സ്മരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം പറഞ്ഞപ്പോഴാണ് ഇപ്പം എത്തും ഇപ്പം ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഇനിയും ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഒരു കരാർ, അതായത് ഇറാൻ അമേരിക്കൻ സമാധാന കരാർ, വെടിനിർത്തൽ ധാരണ, ഇത് പ്രാബല്യത്തിൽ വന്ന് ഒപ്പിട്ടതിന് ശേഷം മാത്രം നമുക്ക് വിശ്വസിക്കാം ഇത് യാഥാർത്ഥ്യമായി എന്ന്. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ നല്ല മഴയാണ്, തണുപ്പാണ്. പക്ഷേ സംസ്ഥാനത്തു നിന്നുള്ള വാർത്തകൾ ചൂടുപിടിച്ചത് തന്നെയാണ്. ഇന്നിപ്പോൾ UDF സർക്കാരിൻ്റെ 10 വർഷത്തിന് ശേഷമുള്ള UDF സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപനമാണ്. എന്തൊക്കെയാണ് കരുതി വെച്ചേക്കുന്നത് എന്ന് 9 മണിക്ക് നമുക്ക് ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ അറിയാൻ സാധിക്കും. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നാടകങ്ങളൊക്കെയാണ് നമ്മൾ ഈ നയപ്രഖ്യാപന ദിവസം കണ്ടത്. സർക്കാരും ഗവർണറുമായുള്ള അസ്വാരസ്യങ്ങളും പോരുകളും ഒക്കെ. ഏതായാലും ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.